ഹായ് മക്കളെ, നമുക്ക് 23ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. അവിടെ 23ാമത്തെ ക്വസ്റ്റിന് ശരിക്ക് എന്താ സ്ട്രെയിലൈൻ എന്ന ചാപ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കംപ്ലീറ്റ്ലി സ്ട്രെയിലൈൻ എന്ന് പറയാൻ പറ്റില്ല. സ്ട്രെയിലൈൻ ആവാൻ ട്രിഗണോമെട്രി ആണ്, എന്താ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. എന്താ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് ഈസ് 5 യൂണിറ്റ്. അല്ലെ, രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. ഈ പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 5 ആണ്. അല്ലെ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 5 ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? എ പോയിന്റ് പി ലൈസ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഈ ലൈനിന്റെ ഇടയിൽ ഒരു പി ഉണ്ട്, അല്ലെ. അതിന് പറയുന്നത് അറ്റ് എ യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം വൺ ഓഫ് ദം. അല്ലെ, ഇതിൽ ഏതോ ലൈനിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? യൂണിറ്റി ആണ്. സോ 1 അല്ലേ, അതൊക്കെ. പിന്നെന്താ? an equilateral triangle PQR is formed such that Q lies one of the parallel lines and while R lies on the other. ഞാനേ PQR എന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കണം, അല്ലെ. ആ PQR എന്ന ട്രയാങ്കിൾ പ്രത്യേകം എന്താ? Q ഇതിലെ ഒരു ലൈനിലാണ്, R ഇതിലെ വേറൊരു ലൈനിലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഫിഗർ ഇങ്ങനെയല്ല വരിക. ശ്രദ്ധിച്ചിരിക്കട്ടോ, അല്ലെ. ഇത് Q ആണെന്ന് വിചാരിക്ക്, ഇതെന്താണ്? R ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കാണുന്നത്? QR ന്റെ സ്ക്വയർ കാണും. ഈ QR എന്ന ലെങ്ത്തിന്റെ സ്ക്വയർ കാണും. എടാ, ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ പറഞ്ഞില്ലേ? അപ്പൊ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ എന്താ? 60 അല്ലേ, ഈ ആംഗിൾ എന്താ? 60 അല്ലേ, അല്ലെ. അപ്പൊ QR ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ QR ന്റെ ലെങ്ത് A ആക്കി എടുത്താൽ ആ ഇക്വലാറ്റർ ട്രയാങ്കിൾ എല്ലാ സൈഡിലും ലെങ്ത് സെയിം അല്ലേ? A അല്ലേ, അല്ലെ. അങ്ങനെയെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് QR സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ കാണുന്നത്? A സ്ക്വയർ അല്ലേ, അല്ലെ. അപ്പൊ A സ്ക്വയർ ആണെങ്കിൽ A കാണാം. ഓക്കെ, ബേസിക് മെത്തേഡ് യൂസ് ചെയ്യാം. ശ്രദ്ധിക്കാനും ഇതേ 60 ഡിഗ്രി നമുക്കറിയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഈ ആംഗിൾ തീറ്റ ആക്കി എടുത്തു. ഈ ആംഗിൾ തീറ്റ, അല്ലെ. അപ്പൊ ടോട്ടൽ 60 പ്ലസ് തീറ്റ അല്ലേ. അപ്പൊ ഈ ടോട്ടൽ ആംഗിൾ 180 അല്ലേ. അപ്പൊ ഇത് ഈ ആംഗിൾ എന്താ വരിക? 180 മൈനസ് 60 പ്ലസ് തീറ്റ അല്ലേ. അപ്പൊ 120 മൈനസ് തീറ്റ വരിക. സോ ഈ ആംഗിൾ 120 മൈനസ് തീറ്റ. അങ്ങനെയെങ്കിൽ എടാ ഈ ലെങ്ത് A ആണ്, അല്ലെ. ഈ ആംഗിൾ തീറ്റ നമുക്കറിയാം. ഇത് A കോസ് തീറ്റയും ഇതാരാ? A സൈൻ തീറ്റ അല്ലേ. എടാ, ഇങ്ങനെ ഒരാള് ഇത് A ആണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ ഈ ലെങ്ത് A കോസ് തീറ്റയും ഈ ലെങ്ത് A സൈൻ തീറ്റ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, അല്ലെ. ആ തിയറി അപ്ലൈ ചെയ്താലേ എടാ ഇത് A അല്ലേ, ഇത് തീറ്റ അല്ലേ. അപ്പൊ ഇതാരാ? A കോസ് തീറ്റ. ഇതാരടാ? A സൈൻ തീറ്റ അല്ലേ. അപ്പൊ A സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അപ്പൊ ലെങ്ത് എത്രയാ, അല്ലെ. എടാ ഇതല്ലടാ A സൈൻ തീറ്റ, ആ ലെങ്ത് 5 അല്ലേ. അപ്പൊ A സൈൻ തീറ്റ എന്താ? 5 ആണ്. അത് കിട്ടി. A സൈൻ തീറ്റ ഈസ് 5. അടുത്ത കേസ് മക്കളെ, ഈ ലെങ്ത് എത്രയാ? A അല്ലേ, അല്ലെ. ഈ ആംഗിൾ 120 മൈനസ് തീറ്റ അല്ലേ. അപ്പൊ ഇത് A കോസ് 120 മൈനസ് തീറ്റ. അപ്പൊ ഇതെന്താ? A സൈൻ 120 മൈനസ് തീറ്റ അല്ലേ, അല്ലെ. അപ്പൊ A സൈൻ 120 മൈനസ് തീറ്റ. എടാ ഇതല്ലേ A സൈൻ 120 മൈനസ് തീറ്റ. ഈ ലെങ്ത് 1 അല്ലേ, ടോട്ടൽ 5 അല്ലേ. അപ്പൊ ഈ ലെങ്ത് 4 അല്ലേ വരിക. അപ്പൊ ഇത് 4 അല്ലെ, അതൊക്കെ. ഇനി രണ്ട് ഡിവൈഡ് ചെയ്യുന്ന വിചാരിക്കും. ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് നമ്മൾ എയും കട്ട് ചെയ്യില്ലേ. അപ്പൊ എന്താ വരിക? സൈൻ 120 മൈനസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ ആരെ വരിക? 4/5 അല്ലേ, അല്ലെ. അടാ ഈ ഇക്വേഷനിൽ അൺനോൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് സോൾവ് ചെയ്ത് ആര് കിട്ടി? തീറ്റ കിട്ടും. ഓക്കെ, ഒന്ന് ഓപ്പൺ ആക്കിയാൽ എന്താ വരിക? വട്ട് ഇസ് സൈൻ? ഇത് സൈൻ 120 മൈനസ് തീറ്റ അല്ലേ. സൈൻ എക്സ് മൈനസ് വൈ എന്ന ഫോമിലല്ലേ. വട്ട് ഇസ് സൈൻ എക്സ് മൈനസ് വൈ? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ അല്ലേ. അപ്പൊ എന്താ സൈൻ 120 കോസ് തീറ്റ മൈനസ് കോസ് 120 സൈൻ തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ എന്ത് കിട്ടി? 4/5 അല്ലെ. സൈൻ 120 സൈൻ 90 പ്ലസ് തീറ്റ കോസ് 30 സൈൻ 90 പ്ലസ് 30 കോസ് 30 അല്ലേ. അപ്പൊ √3/2 കോസ് തീറ്റ മൈനസ് കോസ് 120 എന്ന് പറഞ്ഞാലേ കോസ് 120 കോസ് 90 പ്ലസ് 30 മൈനസ് സൈൻ 30 അല്ലേ. സോ മൈനസ് 1/2 പ്ലസ് ആയില്ലേ സൈൻ തീറ്റ. ഇത് ഇങ്ങോട്ട് പോയ 4/5 സൈൻ തീറ്റ അല്ലേ, അല്ലെ. അങ്ങനെ ഈ 1/2 സൈൻ തീറ്റ ഇങ്ങോട്ട് പോയാലേ എന്താ? √3/2 കോസ് തീറ്റ ഈക്വൽ എന്താണ്? 4/5 സൈൻ തീറ്റ മൈനസ് 1/2 സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 4/5 മൈനസ് 1/2 സൈൻ തീറ്റ അല്ലേ, അല്ലെ. സോ √3/2 കോസ് തീറ്റ ഈക്വൽ ടു ഇതെന്താ വരിക? 8 മൈനസ് 5 3 അല്ലടാ. 3/10 സൈൻ തീറ്റ. അവിടെ 2ഉം 10ഉം പോയി ബാക്കി 5 √3ഉം 3ഉം പോയി ബാക്കി √3 അല്ലേ. അപ്പൊ കോസ് തീറ്റ എന്ത് കിട്ടി? പ്യൂർ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. കോസ് തീറ്റ എന്ത് കിട്ടി? √3/5 സൈൻ തീറ്റ. അങ്ങനെയെങ്കിലേ കോസ് തീറ്റ ഇങ്ങോട്ട് പോയാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആവില്ലേ, അല്ലെ. 5 √3 ഇങ്ങോട്ട് 5/√3. സോ ടാൻ തീറ്റ എന്ത് കിട്ടി? 5/√3.
അല്ലെ അത് ഓക്കെ. അപ്പൊ ടാൻ തീറ്റ 5/√3 ആണ്. ടാൻ തീറ്റ 5/√3. അപ്പൊ ഇവിടെ എന്താ എ സൈൻ തീറ്റ എന്താ ഇവിടെ നമുക്ക് കാണുന്നത് എ ആണ് കേട്ടോ. എ സൈൻ തീറ്റ ആരാ? എ സൈൻ തീറ്റ ആരാ? 5 ആണ് അല്ലെ. അവിടെ ഇനി എ കിട്ടിയാൽ ഇവിടെ ആര് കിട്ടിയാൽ മതി? സൈൻ തീറ്റ പോലെ അല്ലെ. അത് ടാൻ തീറ്റ അറിയാം. ടാൻ തീറ്റ അറിഞ്ഞ സൈൻ തീറ്റ കിട്ടണമെങ്കിലേ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മെത്തേഡ് യൂസ് ചെയ്തല്ലേ. സൈൻ ടാൻ തീറ്റ 5/√3. അപ്പൊ ഓപ്പോസിറ്റ് 5ഉം അഡ്ജസന്റ് √3 അല്ലേ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്താ? √25 + 3 അല്ലേ, √28 അല്ലേ വരാ അല്ലെ. അങ്ങനെ സൈൻ തീറ്റ എന്താ വരിക? എ ഇൻറ്റു ഇവിടെ സൈൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5/√28 ഈക്വൽ 5 അല്ലേ. 5ഉം 5ഉം പട്ടത് എന്തായി? എ ആരാ? √28 ആണ് അല്ലെ. സോ എ √28 ആ കാണുന്നത്. എ സ്ക്വയർ അല്ലേ. എ സ്ക്വയർ എന്താ? √28ന്റെ സ്ക്വയർ. ആൻസർ എന്താ? 28. ഓക്കെ. സോ നല്ല ക്വസ്റ്റൻ ആണ്. അപ്പൊ ബേസിക് ഐഡിയാസും ട്രിഗ്നോമെട്രിന്റെ ഐഡിയാസും ഉപയോഗിച്ചുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പൊ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററും സ്ട്രെയില എന്ന ചാപ്റ്ററും മിക്സ് ചെയ്ത ക്വസ്റ്റൻ ആണോ. അപ്പൊ കൃത്യമായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ട്രിഗ്നോമെട്രി രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ട് അവിടെ. ഓക്കെ. സോ അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം.